ഹലോ കൂട്ടുകാരെ, നമസ്കാരം. രാവിലത്തെ കാപ്പിക്കിന്ന് ഗ്രീൻ പീസ് കറിയും പൂരിയാണ്. അപ്പം അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 4-5 പച്ചമുളകും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനും ഉപ്പും ഇട്ട് ഇത് വേഗം പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഒന്ന് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കുവാണ്. ഒരു 4-5 വിസിൽ, ഒരു 5-6 വിസിൽ കേൾക്കുന്നത് വരെയും ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഈ രാവിലെയുള്ള കാപ്പി പരിപാടി അല്ലെങ്കിൽ കടലയൊക്കെയാണ് വയ്ക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വേകാൻ ഇത്തിരി സമയമെടുക്കുന്ന സാധനങ്ങളൊക്കെ കുക്കറിലാണ് ഇടാറ്. കാര്യം എങ്കിലേ സമയത്തിന് അത് നമുക്കെല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് കാരണം എളുപ്പ പരിപാടിയാണ് എൻ്റേതെല്ലാം. അതിനുശേഷം വെന്ത ഗ്രീൻ പീസിൽ നിന്ന് കുറച്ചെടുത്ത് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗ്രീൻ പീസ്, ഒരു കുഞ്ഞു പിടിക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മളെ പട്ട ഗ്രാമ്പൂവിൻ്റെ മസാലയില്ലേ അത് പൊടിച്ചതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ വെന്ത ഗ്രീൻ പീസ് ചേർക്കണമെന്ന് വെച്ചാൽ കറിക്ക് ഒരു ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കടലക്കറി വെക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അതിനുശേഷം അതൊന്ന് അരച്ച് വെച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് പൊട്ടണ നേരത്തിന് ഒരു 2 വറ്റൽമുളക് മുറിച്ചതും ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഗ്രീൻ പീസ് ക്യാരറ്റൊക്കെ വേവിച്ച് വെച്ചേക്കണതില്ലേ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഈ മാക്സിമം നമ്മൾ ഈ സ്റ്റീലിൻ്റെ ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊന്നും അടുപ്പത്ത് വയ്ക്കാതിരിക്കണതാണ് നല്ലത്. കാര്യം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് അടിക്ക് പിടിക്കുകയും പാത്രം കരിഞ്ഞു പോവുകയും പിന്നെ അത് നമുക്ക് എത്ര നമ്മൾ തേച്ചാലും അതിൻ്റെ ആ ഒരു കളറ് മാറി വരില്ല. എന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ പീസും കടലയും അതിലേക്ക് ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന കൂട്ടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീൻ പീസ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ആവശ്യമുള്ള ഉപ്പ് എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോഴത്തേനും അത് നന്നായിട്ടൊന്ന് കുറുകി തിളച്ച് വരുമ്പോഴത്തേനും കറി റെഡിയായി. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇന്നലെ രാത്രിയിൽ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നമുക്ക് എല്ലാം കൂടി ചെയ്യാനേ സമയം ചിലപ്പം ബാലൻസ് ആവണമെന്നില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പൂരി ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം ഷേപ്പൊന്നും അങ്ങനെ നോക്കില്ല കേട്ടോ. കറക്റ്റ് റൗണ്ടാണോ ഷേപ്പിന് കിട്ടണം അങ്ങനെയൊന്നും നോക്കില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുവാണേ. അപ്പം പൂരിയും പെട്ടെന്ന് തന്നെ പൂരിയും ചുട്ടെടുത്തു. അപ്പോഴത്തേനും അടുത്ത അടുപ്പിൽ ചായക്കുള്ള പരിപാടിയും ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അപ്പം സമയമില്ല, നേരമില്ലാത്ത നേരത്തിനാണ് ഇന്നലെ വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഈ നേരത്ത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പൂരി റെഡിയായി. അത്യാവശ്യം ഭയങ്കരമായിട്ട് പൊള്ളിയില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നന്നായിട്ട് പൊള്ളി വരികയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കാപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഈദ് മുബാറക്ക് ആശംസകൾ. കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുന്ന സമയത്ത് ഒരു 4-5 ഇല വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. അത് നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ, മറക്കല്ലേ. താങ്ക് യു.